happens only in India. ചിലപ്പോ അറിയാതെ പറ്റുന്ന ചില അബദ്ധങ്ങള് വേറൊരു തരത്തില് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന് പിന്നീട് നമുക്ക് തോന്നാറുണ്ടല്ലേ. അങ്ങനെ ഒരു തോന്നൽ ഈയിടെ ആന്ധ്രാപ്രദേശിൽ ഒരു ബാനർ കണ്ട പലർക്കും തോന്നിക്കാണും. കാരണം ബാനറിൽ ഓണറബിൾ മിനിസ്റ്റർ കിരൺ കുമാർ റെഡ്ഡിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് എഴുതിയിരുന്നു. പക്ഷേ തിരക്ക് പിടിച്ചെഴുതിയതിന്റെ ഇടയില് ഹോണറബിൾ എന്ന വാക്കിന്റെ ചില അക്ഷരങ്ങൾ മിസ്സായി ചില അനാവശ്യ അക്ഷരങ്ങളൊക്കെ കയറി വരികയും ചെയ്തു. അപ്പൊ ഓണറബിൾ എന്നുള്ളത് ഹൊറബിൾ എന്നായിപ്പോയി. സത്യം എഴുതുന്ന ഒരു തെറ്റാണോ? അല്ല, എന്നായിരിക്കും ചിലരുടെയെങ്കിലും മനസ്സിൽ വന്ന ചോദ്യം. പക്ഷേ ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടു കാണത്തില്ല. അതുകൊണ്ട് ബാനർ എഴുതിയ ആൾ രക്ഷപ്പെട്ടു. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. This is Pooja with you. I am online. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് എനിക്ക് അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് പേജിലോട്ട് അങ്ങ് അയക്കാം. ഓക്കെ, ഒപ്പം സ്റ്റേ ട്യൂൺ. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. It happens only in India. മണ്ഡപവും നാദസ്വരവും ബന്ധുക്കളും സദ്യയും പായസവും പിന്നെ താലി കെട്ടാൻ വരനും റെഡിയായി. പട്ടുസാരി ഉടുത്ത സുന്ദരിയായി വധുവും എത്തി. പക്ഷേ താലികെട്ടിന് തൊട്ടു മുമ്പ് വധു കാലുമാറി. ഇറ്റ് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ നെടുമ്പാശ്ശേരി. വരൻ താലി കെട്ടാൻ ഒരുങ്ങിയപ്പോ വധു സിനിമാ സ്റ്റൈലില് എഴുന്നേറ്റ് ബന്ധുക്കൾക്കിടയിലിരുന്ന കാമുകന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഒരു ഡയലോഗ് എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. കാമുകന്റെ ശ്വാസകോശത്തിൽ റെഡ് സിഗ്നൽ വീണു. വരന്റെ മുഖത്ത് ആ പറഞ്ഞ ഭാവം വന്നു. ബാക്കി കണ്ടു നിന്നവരുടെ കണ്ണുകളെല്ലാം പുറത്തോട്ട് ബുൾസൈ പോലെ തള്ളിയും വന്നു. അപ്പോഴാണ് സ്റ്റോറിയിൽ വേറൊരു ട്വിസ്റ്റ് വന്നത്. കാമുകൻ കാ കല്യാണം ഓൾറെഡി ഹോ ഗയാ ഹെ. പിന്നെയോ വരനും പാർട്ടിയും വീട്ടിൽ പോയി. ക്ലൈമാക്സിൽ വധുവും കാമുകനും തമ്മിൽ ഒരുമിച്ചോ അതോ ഒടക്കി പിരിഞ്ചോ? സത്യമായിട്ട് എനിക്കറിയില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇത് യുവർ RJ പൂജ വിത്ത് യു ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. A very, very good Sunday morning to you. This is your RJ Pooja with you with It Happens Only in India on Club FM. ടൺ കണക്കിന് ഫൺ. ഈ പരീക്ഷയ്ക്ക് എത്രയൊക്കെ പഠിച്ചു പോയാലോ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോ ടെൻഷനിൽ ചിലപ്പോ ഉത്തരങ്ങൾ അങ്ങ് മറന്നു പോകും. അത് സ്വാഭാവികം. അപ്പൊ അടുത്തിരിക്കുന്ന ആളിന്റെ പേപ്പറിൽ നോക്കിയോ ചോദിച്ചോ ഒക്കെ എഴുതുന്നത് ഒരു തെറ്റാണോ? ആണ്. ഇനി അങ്ങോട്ട് കാശ് ഒരുപാട് പിഴയടക്കേണ്ടി വരുന്ന കുറ്റമാണ്. കാരണം കോപ്പിയടിയുടെ ശിക്ഷ കൂട്ടി. 2000 മുതൽ 10,000 വരെയാണ് പിഴ. കൂടെ പിന്നെ പരീക്ഷ എഴുതാനുള്ള ചാൻസും പോക്കാം. ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് കോപ്പി അടിച്ചവന് മാത്രമല്ല, ആരാണോ പേപ്പർ കൊടുത്ത് കോപ്പിയടിക്കാൻ സഹായിക്കുന്നത് ആ കക്ഷിയും വെട്ടിലാവും. സത്യത്തിൽ കോപ്പിയടിക്ക് ഈ ശിക്ഷകളൊക്കെയാണോ കൊടുക്കേണ്ടത്? ചിലരുടെ നിർദ്ദേശങ്ങൾ ദാ എന്റെ കയ്യിലുണ്ട്. കേക്കലാമാ? കോപ്പി ശിക്ഷ ഒന്നും കൊടുക്കരുത്. ഒരു കഴിവ് തന്നെയല്ലേ അത്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യണല്ലേ. അപ്പൊ അതൊരു കഴിവായിട്ട് അംഗീകരിക്കണം നമ്മള്. കോപ്പി അടിക്കുന്നവർക്ക് പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്ന് വെച്ചാൽ വീണ്ടും ആദ്യം മുതൽ ഒന്നുകൂടി എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. കോപ്പി അടിക്കുന്നവർക്ക് ആ എഴുതി കൊണ്ടുവന്ന അത് തന്നെ ഒരു 10 പ്രാവശ്യം എഴുതിപ്പിക്കുക. കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചവനെ ആരാണെന്ന് വെച്ചാൽ അവന് 1 മണിക്കൂർ സമയം ഡെസ്ക് മുന്നിൽ കയറ്റി നിർത്തുക. എന്നാൽ പിന്നെ അവൻ ആവർത്തിക്കില്ല. കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോപ്പി എഴുതിയിട്ട് കൈക്ക് പച്ച കുത്തി അങ്ങ് വിടുക. പിന്നെ ജീവിതത്തിൽ അവൻ കോപ്പി അടിക്കില്ല. It happens only in India is happening on Club FM. Stay tuned. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. It happens only in India. വീട്ടിലെ ടിവിയിലെ ഇനിയും തടസ്സങ്ങളില്ലാതെ സീരിയലും വാർത്തയും ക്രിക്കറ്റും ഒക്കെ കാണണമെങ്കിലേ സെറ്റ് ടോപ്പ് ബോക്സ് എത്രയും വേഗം വാങ്ങി വെച്ചോളൂ. ഇന്ത്യയിലെ 38 സിറ്റീസിൽ ഡിജിറ്റലൈസേഷൻ വരാൻ പോകുന്നു. സെറ്റ് ടോപ്പ് ബോക്സ് ഇല്ലാത്ത കേബിൾ കണക്ഷൻസ് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ പണിമുടക്കിലാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തീയതി നീട്ടാനും ചാൻസ് ഉണ്ട്. ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇനി ഇറ്റ്സ് ടൈം ഫോർ എ റീപ്ലേ. വീട്ടിലെ ടിവിയിലെ സെറ്റ് ടോപ്പ് ബോക്സ് എത്രയും വേഗം വാങ്ങി വെച്ചോളൂ. ഇന്ത്യയിലെ 38 സിറ്റീസിൽ സെറ്റ് ടോപ്പ് ബോക്സ് ഇല്ലാത്ത കേബിൾ കണക്ഷൻസ് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ പണിമുടക്കിലാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മണ്ഡപവും നാദസ്വരവും ബന്ധുക്കളും സദ്യയും പായസവും പിന്നെ താലി കെട്ടാൻ വരനും റെഡിയായി. പക്ഷേ താലികെട്ടിന് തൊട്ടു മുമ്പ് വധു കാലുമാറി. നോർത്ത് ഇന്ത്യയില് സിനിമാ താരങ്ങൾ ഇത്തവണ പക്ഷേ ഹോലി ആഘോഷിച്ചത് വിത്തൗട്ട് വാട്ടർ ആണ്. കാരണം
ജലക്ഷാമം. സൈന നെഹ്വാൾ ഉൾപ്പെടെയുള്ള ബാഡ്മിന്റൺ താരങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള ഷട്ടിൽ കോർക്കേ ഇന്ത്യയിലുള്ളൂ അത്രേ. കോപ്പിയടിയുടെ ശിക്ഷ കൂട്ടി 2000 മുതൽ 10000 വരെയാണ് പിഴ. സോ ക്ലബ് എഫ്എമ്മിന്റെ എല്ലാ ഡിയർ മോസ്റ്റ് ഫ്രണ്ട്സിനും എന്റെയും സൗണ്ട് മാസ്റ്റർ ജോബിയുടെയും പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മുരളി ആൻഡ് ദേവേഷിന്റെയും വക ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. അപ്പൊ അപ്പവും ചിക്കൻ കറിയും ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യാ. ഒപ്പം സ്വസ്ഥ രഹിയേ, വ്യസ്ത് രഹിയേ ഓർ മസ്ത് രഹിയേ വിത്ത് ക്ലബ് എഫ്എം. ടൺ കണക്കിന് ഫൺ. അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക് വീണ്ടും സന്ധിக்கலாம் വിത്ത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, only on Club FM.